നമസ്കാരം, പൂങ്കാവനത്തിലേക്ക് സ്വാഗതം. ചട്ടിയിൽ വളർത്തുന്ന ചെമ്പരത്തിയിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇന്നത്തെ വിഷയം. ചെമ്പരത്തി ചട്ടിയിൽ നട്ട് ഒരു വർഷം കഴിയുമ്പോൾ ഇതേപോലെ ശോഷിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട്. ഇലകളെല്ലാം ചെറുതായി, എണ്ണം വളരെ കുറഞ്ഞ്, അതേപോലെ മുട്ടുകളെല്ലാം ചെറുതായി, ചെടി ആകെ തിന്നാവും. ഇങ്ങനെ സംഭവിച്ചാൽ ചെടി വീണ്ടും ഹെൽത്തി ആവാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം ഈ ചെടി പറിച്ചെടുക്കണം. പറിച്ചെടുക്കുമ്പോൾ വേരിന് കേടൊന്നും പറ്റാതിരിക്കാൻ മണ്ണ് നന്നായിട്ട് നനയ്ക്കണം. എന്നിട്ട് ഒരു കത്തിയോ കോലയോ ഉപയോഗിച്ച് ചട്ടിയോട് ചേർന്നുള്ള മണ്ണില്ലേ, അതിനൊന്ന് ഇളക്കണം. ചട്ടിയിൽ നിന്ന് ചെടിയെ എളുപ്പത്തിൽ പുറത്തേക്ക് എടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെടിയെ പുറത്തേക്ക് എടുക്കാം. കണ്ടോ, ചെടിയുടെ വേര് നന്നായി വളർന്നിട്ടുണ്ട്. ഈ വേര് ചട്ടിയിൽ ചുറ്റിയാണ് ഇരിക്കുന്നുണ്ടാവുക. ഇതേപോലെ വേര് അധികമായിട്ട് വളർന്നിട്ടുള്ള വേറൊരു ചെടിയുടെ വേര് കാണിക്കാം, അപ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ, പോട്ടി മീഡിയത്തിന് ചുറ്റി വേര് വന്നിരിക്കുക. വേര് അധികമായി വളർന്ന ചെടിക്ക് ആവശ്യത്തിനുള്ള പോഷകം കിട്ടില്ല. അതുകൊണ്ടാണ് ചെടി ഇങ്ങനെ സൂക്ഷിച്ചു പോകുന്നത്. ചെടി പറിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേരും അതേപോലെ തന്നെ കൊമ്പുകളും ഒന്ന് പ്രൂൺ ചെയ്യണം. അപ്പോൾ ആദ്യം വേരിനെ മുറിക്കാം. നല്ല നീളത്തിൽ വളർന്നിരിക്കുന്ന വേര് മുറിക്കണം. ഇങ്ങനെ കഴുകണം എന്നില്ല കേട്ടോ. വേര് മുറിക്കുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകിയെന്നേ ഉള്ളൂ. നല്ല നീളത്തിൽ വളർന്നിരിക്കുന്ന വേര് മാത്രം മുറിച്ചാൽ മതി. അതേപോലെ നല്ല മൂത്ത വേര് നമുക്ക് മുറിക്കാം. അപ്പോൾ മുറിച്ച് കഴിഞ്ഞു. ഞാൻ വേര് വളരെ ചെറുതാക്കി മുറിച്ചിട്ടില്ല. കാരണം ഈ ചെറിയ വേരുണ്ടല്ലോ, അതൊക്കെ ചെടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ചെറിയ വേരിനൊന്നും വെട്ടാതെ നല്ല മെച്ചുറായിട്ട് നീളത്തിൽ വളരുന്ന വേരിനെ മാത്രം വെട്ടിക്കളഞ്ഞു. ഇനി ഈ ചെടിയുടെ കൊമ്പുകൾ മുറിക്കണം. പക്ഷെ അതിന് മുന്നേ ഞാൻ ചെടി ചട്ടിയിൽ നടുകയാണ്. എന്നിട്ടേ കമ്പുകളൊക്കെ പ്രൂൺ ചെയ്യണുള്ളൂ. വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നട്ടതിന് ശേഷം പ്രൂൺ ചെയ്യണം കേട്ടോ. ശരിക്കും വേരും കൊമ്പും മുറിച്ചതിന് ശേഷം നട്ടാൽ മതി. ഇനി ചെടി നടാനായിട്ട് നമുക്ക് പുതിയ പോട്ടിംഗ് മീഡിയം വേണം. ചട്ടി പഴയ തന്നെയാണ്, പക്ഷേ പോട്ടിംഗ് മീഡിയം പുതിയതായിട്ട് ഉണ്ടാക്കി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിയിൽ പൂവൊന്നും ഇടാതെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് വളം ഇട്ട് നോക്കും ആദ്യം, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വളമൊന്നും ചെടി അബ്സോർബ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഈ വളം ഇട്ടതൊക്കെ മണ്ണിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ പോട്ടിംഗ് മീഡിയം ഒന്നില്ലെങ്കിൽ വളരെയധികം അസിഡിക് ആവും, അല്ലെങ്കിൽ ആൽക്കലൈൻ ആവും. അതായത് മണ്ണിൻ്റെ pH മാറും. നടിയിൽ മിശ്രിതത്തിൻ്റെ pH എക്സ്ട്രീം ആയാൽ അത് ചെടിയുടെ വളർച്ചയെ ബാധിക്കും. ഇനിയിപ്പോൾ അധികം വളക്കൂറുള്ള മണ്ണല്ല, അല്ലെങ്കിൽ അധികം വളമൊന്നും ഇടാറില്ല എന്നുണ്ടെങ്കിൽ ഈ മണ്ണിനെ ഒന്ന് റീചാർജ് ചെയ്താൽ മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് വളമൊക്കെ ആഡ് ചെയ്തിട്ട് ഈ പോട്ടിംഗ് മീഡിയം തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പുതിയ നടിയിൽ മിശ്രിതം നിറച്ച് അതിൽ ചെടി നട്ടു. ഇനി നമുക്ക് ഈ കൊമ്പുകളൊക്കെ പ്രൂൺ ചെയ്യാം. അപ്പോൾ കൊമ്പൊക്കെ നന്നായിട്ട് താഴ്ത്തി വെട്ടുന്നുണ്ട്. 1-2 കൊമ്പുകൾ അങ്ങനെ തന്നെ നിർത്തുന്നുണ്ട്. ഇനി തീരെ ഇലകളില്ലാണ്ടായിട്ടുണ്ടെങ്കിൽ ചെടി ഉണങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഈ പ്രൂൺ ചെയ്യുന്നത് ഈ ഡിസംബർ ഈ ടൈമിലാണ്. അതായത് നല്ല ഡ്രൈ സീസണാണ്. ഇനിയിപ്പോൾ മഴക്കാലത്തിന് തൊട്ട് മുൻപായിട്ടോ അല്ലെങ്കിൽ മഴക്കാലത്തോ ആണ് പ്രൂൺ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകൾ തീരെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാ കൊമ്പും നന്നായിട്ട് താഴ്ത്തി വെട്ടാം. കാരണം ചെടി പെട്ടെന്ന് വേര് പിടിക്കും. മഞ്ഞുകാലമൊക്കെ ആകുമ്പോൾ ചെടിയിൽ പെട്ടെന്ന് പുതിയ ഇലകൾ വളരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് കുറച്ച് കൊമ്പുകൾ അതേപോലെ തന്നെ നിർത്തിയിട്ട് ബാക്കി പ്രൂൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്.
പ്രൂണിങ് കഴിഞ്ഞു. കുറച്ച് കൊമ്പുകൾ വെട്ടാതെ നിർത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് നനയ്ക്കാം. റീപോട്ടിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കുറച്ച് നാളേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കണ്ട. അതായത് ഏകദേശം ഒരാഴ്ചയോളം അതൊന്ന് തണലത്തിരുന്നോട്ടെ. കാരണം വേര് മുറിച്ചതല്ലേ, അപ്പോൾ ചെടിക്ക് അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടായിരിക്കും. പുതിയ മണ്ണിലേക്ക് വേര് പിടിക്കട്ടെ, എന്നിട്ട് നേരിട്ട് സൂര്യവെളിച്ചമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ചെമ്പരത്തി മാറ്റി നട്ടിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ചെടിയിൽ നിറയെ ഇലകളും പൂക്കളും വന്ന് നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. ചെമ്പരത്തിയിൽ ഇതേപോലെ നിറയെ പൂവിടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്യണം. ഇനി ചട്ടിയിലാണ് വളർത്തണമെങ്കിൽ വർഷത്തിലൊരിക്കൽ മാറ്റി നടുന്നത് നല്ലതാണ്. അപ്പോൾ ചെമ്പരത്തി നല്ല ഭംഗിയായിട്ട് എപ്പോഴും നിൽക്കും. ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.